സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിന്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. പലർക്കും പക്ഷേ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതൊരു എക്സസൈസിന്റെ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എക്സസൈസ് അല്ലാതെ ഒരു ലെസൺ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ 10 miles dash a long way to walk. അപ്പോൾ 10 miles എന്ന് പറയുമ്പോൾ ഇവിടെ മൈൽസ് എന്ന് പറയുന്ന ഈ നൗൺ പ്ലൂറൽ ആണ്. പക്ഷേ ഈ എക്സ്പ്രഷൻ നമ്മൾ 10 miles എന്ന് പറയുമ്പോൾ അതിൽ ഓരോ മൈലും വേറെ വേറെ എടുത്തിട്ടല്ല നമ്മൾ പറയുന്നത്. 10 മൈൽ എന്ന് പറയുന്നത് നടക്കാൻ ഒരു വലിയ ദൂരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒറ്റ ഒരു എൻറ്റിറ്റി ആയിട്ടാണ്, ഒരു ലെങ്ത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സിംഗുലർ ആയാണ് കണക്കാക്കുക. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ 6 ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം 6 ഒരു പ്ലൂറൽ വെർബാണ്. ഈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഈസ് എന്ന് പറയുന്നത് ആണ്, ആർ എന്ന് പറയുന്നതും ആണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഹാസ് എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. വേർ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലാണ്, ആയിരുന്നു എന്നാണ് വേർ എന്നുള്ളതിന് അർത്ഥം. അത് മാത്രമല്ല വേറൊരു പ്ലൂറൽ വെർബാണ്. നമുക്കിവിടെ 10 miles എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണം നമുക്ക് അതിന്റെ കൂടെ വേണ്ട വെർബും എങ്ങനത്തതായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഇതാണ്, ഈസ് ആണ്. 10 miles is a long way to walk. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജു ഓർ ഹിസ് ബ്രദേഴ്സ് ഡാഷ് ബ്രോക്കൺ ദ വിൻഡോ. അപ്പൊ രാജു അല്ലെങ്കിൽ അവന്റെ ബ്രദേഴ്സ് ആണ് ആ വിൻഡോ ബ്രോക്കൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, വിൻഡോ ഉടച്ചിട്ടുണ്ട്. ഇവിടെ രാജു എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഹിസ് ബ്രദേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു സിംഗുലർ നൗണിനെയും ഒരു പ്ലൂറൽ നൗണിനെയും ഓർ എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഓറിന് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതിനനുസരിച്ചിരിക്കണം വെർബ്. അപ്പോൾ ഇവിടെ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ നൗൺ ഈ സബ്ജക്റ്റ് പ്ലൂറൽ ആയത് കാരണം നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഒരു പ്ലൂറൽ വെർബാണ്. അപ്പോൾ രാജു ഓർ ഹിസ് ബ്രദേഴ്സ് ഹാവ് ആണ്. ഹാസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വെർബാണ്, സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുക. ഹാവ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വെർബാണ്, ആർ എന്ന് പറയുന്നതും പ്ലൂറൽ വെർബാണ്. പക്ഷെ ആറല്ല നമ്മൾ V3യുടെ മുന്നിൽ ഉപയോഗിക്കുക. ബ്രോക്കൺ എന്ന് പറയുന്നത് V3 ആണ്. V3ക്ക് മുന്നിൽ നമ്മൾ ഹാസ്, ഹാവ്, ഹാഡ് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഹാസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞിരിക്കുന്നു, കാരണം അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. നമുക്ക് ഈ പ്ലൂറലായ ബ്രദേഴ്സിന്റെ കൂടെ ഉപയോഗിക്കാവുന്ന ഒരു വെർബ് വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാവ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ്. രാജു ഓർ ഹിസ് ബ്രദേഴ്സ് ഹാവ് ബ്രോക്കൺ ദ വിൻഡോ. ഷീ ആൻഡ് ഐ ഡാഷ് ഗുഡ് ഫ്രണ്ട്സ്. അപ്പൊ ഇവിടെയോ, ഇവിടെ നമ്മൾ ഷീ എന്ന് പറയുന്ന ഈ സിംഗുലർ പ്രൊനൗണിനെയും ഐ എന്ന് പറയുന്ന ഈ സിംഗുലർ പ്രൊനൗണിനെയും കണക്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഷീ ആൻഡ് ഐ ആറാണ്. ഈസ് എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തത് ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടായത് കാരണം നമുക്കിവിടെ വേണ്ട വെർബ് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ ഈ തന്ന ഓപ്ഷൻസിൽ ആറാണ് ഇവിടെ കറക്റ്റ്. ഷീ ആൻഡ് ഐ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇനിയോ, ഐദർ യു ഓർ ഐ ഡാഷ് റോങ്. അപ്പൊ ഇവിടെയോ, ഇവിടെ നമ്മൾ യു എന്ന് പറയുന്ന ഈ പ്രൊനൗണിനെയും ഐ എന്ന് പറയുന്ന ഈ പ്രൊനൗണിനെയും ഐദർ ഓർ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഐദർ ഓർ ഉപയോഗിച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഏതോ അതുമായി എഗ്രി ചെയ്യുന്നതായിരിക്കണം വെർബ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഇവിടെ ഓറിന് ശേഷം വന്നിരിക്കുന്ന ഐ എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്, അതിന്റെ കൂടെ എഗ്രി ചെയ്യുന്ന വെർബ് ഈ ഓപ്ഷൻസിൽ ആം ആണ്. അപ്പൊ എയ്തർ യു ഓർ ഐ ആം റോങ്. ഐദർ ഓർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുമ്പോഴും നൈദർ ഓർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഓറിന് ശേഷം അല്ലെങ്കിൽ നോറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഏതോ അതുമായിട്ട് വേണം വെർബ് എഗ്രി ചെയ്യാൻ. നൈദർ പ്രിയ നോർ റാണി ഡാഷ് ഏബിൾ ടു സോൾവ് ദ പസിൽ. ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ഐദർ ഓർ ഉപയോഗിച്ച് കണക്ട് ചെയ്തു, ഇവിടെ നെയ്തർ ഓർ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കേസിലായാലും ശരി, ഓറിന് അല്ലെങ്കിൽ നോറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളതിനനുസരിച്ചിരിക്കണം വെർബ്. അപ്പൊ ഇവിടെ രണ്ടും സിംഗുലർ സബ്ജക്ട്സ് തന്നെയാണ്, നമ്മളിതിനെ നോർ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെർബ് രണ്ടാമത് വരുന്ന ഈ സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യണം എന്നുള്ളതുകൊണ്ട് റാണി സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണം നമുക്കിവിടെ ആവശ്യമുള്ള വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പൊ തന്ന ഓപ്ഷൻസിൽ വാസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ്, വേർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബാണ്, ഹാവ് ഒരു പ്ലൂറൽ വെർബാണ്, പക്ഷെ അതിന്റെ മീനിങ് ഉണ്ട്, അങ്ങനെയുള്ള മീനിങ്സ് ആണ്. അപ്പൊ നമുക്കിവിടെ വേണ്ടത് ആണ് എന്നാണ്. നെയ്തർ പ്രിയ നോർ റാണി വാസ് ഏബിൾ ടു സോൾവ് ദ പസിൽ. റാണിക്കോ പ്രിയക്കോ ആ പസിൽ സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് നമുക്കിവിടെ ആവശ്യമുള്ളത് വാസ് ആണ്. ഫിസിക്സ് ഡാഷ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്.
ഫിസിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് സബ്ജക്ട്സിന്റെ പേര് ഇങ്ങനെ എസ്സിൽ അവസാനിക്കുന്നുണ്ടായിരിക്കും. ആ സബ്ജക്ട്സ് എല്ലാം ഒരു സബ്ജക്റ്റിന്റെ പേരാകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബുക്കിന്റെ പേരാകുമ്പോൾ അതെല്ലാം നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇത് ഇവിടെ സിംഗുലർ ആയിട്ട് കണക്കാക്കണം. ഫിസിക്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. അപ്പോൾ ആർ എന്ന് പറയുന്ന ഓപ്ഷൻ പ്ലൂറലാണ്, വേർ എന്ന് പറയുന്ന ഓപ്ഷനും പ്ലൂറലാണ്. അപ്പോൾ തന്ന ഓപ്ഷൻസിൽ ഈസ് മാത്രമാണ് കറക്റ്റ്. ഫിസിക്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഫിസിക്സ് മാത്രമല്ല മാത്തമാറ്റിക്സ്, ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അതെല്ലാം തന്നെ സിംഗുലർ സബ്ജക്ട്സ് ആണ്. ആലീസ് ആസ് വെൽ ആസ് ഹെർ സിസ്റ്റേഴ്സ് ഡാഷ് പ്രിറ്റി. അപ്പോൾ നമ്മളിവിടെ രണ്ട് സബ്ജക്ട്സിനെ ആസ് വെൽ ആസ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആസ് വെൽ ആസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും വെർബ് ആദ്യം വരുന്ന സബ്ജക്റ്റുമായി എഗ്രി ചെയ്യണം. അതായത് ഇവിടെ ആദ്യം വന്നിരിക്കുന്ന സബ്ജക്റ്റ് ആലീസ് എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. രണ്ടാമത് വന്നിരിക്കുന്നത് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പക്ഷേ വെർബ് ഇവിടെ ഈ ആദ്യം വന്നിരിക്കുന്ന സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യുന്ന ഒരു വെർബാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഒരു സിംഗുലർ വെർബാണ്. അപ്പോൾ തന്ന ഓപ്ഷൻസിൽ ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. അപ്പോൾ ഇത് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഈസ് മാത്രമാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക. ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. ആലീസ് ആസ് വെൽ ആസ് ഹെർ സിസ്റ്റേഴ്സ് ഈസ് പ്രിറ്റി. സെന്റൻസിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവളുടെ സിസ്റ്റേഴ്സിനെ പോലെ തന്നെ ആലീസും പ്രിറ്റിയാണ് എന്നാണ്. അതല്ലാതെ ആലീസും അവളുടെ സിസ്റ്റേഴ്സും പ്രിറ്റിയാണ് എന്നല്ല. അതാണ് മീനിങ് എങ്കിൽ നമ്മളിവിടെ ആസ് വെൽ ആസിന് പകരം ആൻഡ് ആണ് ഉപയോഗിക്കുമായിരുന്നു. The mother cat along with her kittens dash sleeping on the roof. അമ്മ പൂച്ചയും അതിന്റെ കുട്ടികളും റൂഫിന് മുകളിൽ കിടന്നുറങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ രണ്ട് സബ്ജക്ട്സിനെ എലോങ് വിത്ത് എന്ന് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന സമയത്തും ആദ്യം വരുന്ന സബ്ജക്റ്റ് ഏതോ അതുമായി വേണം വെർബ് എഗ്രി ചെയ്യാൻ. അപ്പോൾ ഇവിടെ ആദ്യം വന്നിട്ടുള്ള സബ്ജക്റ്റ് മദർ കാറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. രണ്ടാമത് വന്നിട്ടുള്ള സബ്ജക്റ്റ് കിറ്റൻസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. പക്ഷെ നമുക്കിവിടെ ആവശ്യമുള്ള വെർബ് ആദ്യം വന്നിരിക്കുന്ന സബ്ജക്റ്റുമായി വേണം എഗ്രി ചെയ്യാൻ. അതായത് ഇവിടെ കാറ്റ് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണം നമുക്ക് വേണ്ട വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ തന്ന ഓപ്ഷൻസിൽ ഈസ് സിംഗുലർ സബ്ജക്റ്റ് ആണ്, ആറും വേറും പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. വേർ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇതാണ്. ദ മദർ കാറ്റ് എലോങ് വിത്ത് ഹെർ കിറ്റൻസ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ റൂഫ്. മച്ച് മണി ഡാഷ് ബീൻ വേസ്റ്റഡ് ഓൺ ദാറ്റ് പ്രൊജക്ട്. അപ്പൊ ഇവിടെയോ മണി എന്ന് പറയുന്നത് എപ്പോഴും അൺകൗണ്ടബിൾ ആണ് ഇംഗ്ലീഷിൽ. നമുക്ക് പൈസ കൗണ്ട് ചെയ്യാൻ പറ്റും, പക്ഷെ മണി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇതിന്റെ കൂടെ ഇവിടെ മച്ച് ഉപയോഗിച്ചത്. ഇപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ കൂടെ നമ്മൾ മെനിയാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ മച്ച് മണി എന്ന് പറയുന്നത് എപ്പോഴും മച്ചിന് ശേഷവും നമുക്ക് ആവശ്യമുള്ളത് സിംഗുലർ വെർബാണെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ മച്ച് മണി എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഒരു സിംഗുലർ എക്സ്പ്രഷൻ ആയത് കാരണം നമുക്ക് ഇവിടെ വേണ്ടത് ഒരു സിംഗുലർ വെർബാണ്. അപ്പോൾ നമുക്കിവിടെ ഹാസ് ബീൻ വേസ്റ്റഡ് അതാണ് കറക്റ്റ്. ഹാവ് ഒരു പ്ലൂറൽ വെർബാണ്. അപ്പോൾ ഈസ് സിംഗുലർ അല്ലെങ്കിൽ ചോദിച്ചാൽ ഈസ് സിംഗുലർ ആണ്. പക്ഷേ ഈ ബി എന്ന് പറയുന്ന വെർബിന്റെ V3 ആണ്. V3ക്ക് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുക ഹാസോ, ഹാവോ, ഹാഡോ ആണ്, ഈസ് അല്ല. മച്ച് മണി ഹാസ് ബീൻ വേസ്റ്റഡ് ഓൺ ദാറ്റ് പ്രൊജക്ട്. ഈച്ച് ഹാൻഡ് ഡാഷ് 5 ഫിംഗേഴ്സ്. ഓരോ കൈയിലും 5 വിരലുണ്ടെന്നാണ് പറയുന്നത്. ഈച്ച് എന്ന് പറയുന്നത് ഇവിടെ ഹാൻഡ് എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ ഈച്ച് ഉപയോഗിച്ചത്. ഈച്ചിന് ശേഷം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് ഒരു സിംഗുലർ നൗണും ഒരു സിംഗുലർ വെർബുമാണ്. അപ്പോൾ ഇവിടെ ഈച്ച് ഹാൻഡ് ഹാസ് 5 ഫിംഗേഴ്സ് എന്ന് വേണം പറയാൻ. ഹാവ് ഒരു പ്ലൂറൽ ഓപ്ഷൻ ആണ്. ആർ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വെർബാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഈച്ച് ആണ്. ഈച്ചിന് ശേഷവും എവരിക്ക് ശേഷവും നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ നൗൺ ആയിരിക്കും, അതുപോലെ തന്നെ സിംഗുലർ വെർബും ആയിരിക്കും. എവരി ലൈറ്റ് ഡാഷ് ഔട്ട്. അപ്പോൾ ഇവിടെയോ ഈച്ചിന് പോലെ തന്നെ എവരിയും തന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു സിംഗുലർ നൗണും ഒരു സിംഗുലർ വെർബുമാണ്. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷൻസിൽ വാസ്, വേർ, ഹാവ്. വേറും ഹാവും പ്ലൂറൽ വെർബ്സ് ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ വാസ് ആണ്. എവരി ലൈറ്റ് വാസ് ഔട്ട്. എല്ലാ ലൈറ്റും പോയി. ഓൾ ചിൽഡ്രൻ ഡാഷ് ലവ്. എല്ലാ കുട്ടികൾക്കും സ്നേഹം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓളിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, ഒരു പ്ലൂറൽ നൗൺ ആണ്. ഓളിന് ശേഷം എപ്പോഴും നമുക്ക് പ്ലൂറൽ നൗൺസ് വേണം യൂസ് ചെയ്യാൻ. വെർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ തന്ന ഓപ്ഷൻസിൽ നീഡ് ഉണ്ട്, നീഡ്സ് ഉണ്ട്, നീഡിങ് ഉണ്ട്. നീഡിങ് നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. നീഡ് എന്ന് പറയുന്ന ഈ വെർബ് പ്ലൂറൽ വെർബാണ്. നീഡ്സ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. സിംഗുലർ ആണെന്ന് കാണിക്കാനാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു എസ് കൂടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ നീഡാണ്. ഓൾ ചിൽഡ്രൻ നീഡ് ലവ്. എല്ലാ കുട്ടികൾക്കും സ്നേഹം ആവശ്യമുണ്ട്. ഇനിയോ മെനി സ്റ്റുഡൻസ് ഡാഷ് ഫെയിൽഡ് ദ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ് നമ്മൾ എപ്പോഴും മെനി എന്ന് പറയുന്ന ഡിറ്റർമിനർ യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്റ്റ് ആയത് കാരണം നമുക്ക് ആവശ്യമുള്ള വെർബും പ്ലൂറലാണ്. അപ്പോൾ മെനി സ്റ്റുഡൻസ് ഹാവ് ഫെയിൽഡ് ദ ടെസ്റ്റ് എന്ന് വേണം പറയാൻ. ഹാസ് അല്ല. വേർ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ V3യുടെ മുന്നിൽ ഉപയോഗിക്കുക ഹാസോ, ഹാവോ, ഹാഡോ ആണ്. ഹാസ് സിംഗുലർ ഓപ്ഷൻ ആണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റ് ആയത് കാരണം നമുക്ക് എന്ത് വേണം? ഹാവ് വേണം.